ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്. ലൈവിൽ ജയിൽ നോമിനേഷനാണ് ഇപ്പോൾ നടന്നത്. ഹോട്ടൽ ടാസ്കിൽ ഏറ്റവും കുറവ് സ്റ്റാർ കിട്ടിയതിൻ്റെ പേരിൽ ഡയറക്റ്റ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് റെന ഫാത്തിമയായിരുന്നു. ഒരാളെ കൂടി റെന ഫാത്തിമയോടൊപ്പം ജയിലിലേക്ക് അയക്കണം. അതിനായി എല്ലാവരും ചേർന്ന് ഒരാളെ നോമിനേറ്റ് ചെയ്ത് തിരഞ്ഞെടുക്കണം. ഹോട്ടൽ ടാസ്കിലും മറ്റ് കാര്യങ്ങളിലും ഏറ്റവും മോശം പ്രവൃത്തി ആരാണോ കാഴ്ചവെച്ചത് ആ ആളിനെ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഇതിനായി ഷാനവാസിനെയാണ് എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുത്തത്. ഗസ്റ്റായ റിയാസ് സലിമിനെ റെസ്പെക്റ്റ് ചെയ്തില്ല എന്നതായിരുന്നു പലരും പറഞ്ഞ കാരണങ്ങൾ. അനീഷ് ലക്ഷ്മിയെയാണ് നോമിനേറ്റ് ചെയ്തത്. തനിക്ക് പറയാനുള്ള പല കാര്യങ്ങളും ലക്ഷ്മി കേൾക്കാൻ നിന്നില്ല. GM ആയിട്ടിരുന്ന സമയത്ത് ലക്ഷ്മി കേൾക്കാൻ തയ്യാറായില്ല എന്നതാണ് അനീഷ് ഇതിനായി പറഞ്ഞ കാരണം. അതുപോലെ ജിസേലും അനുമോളും ആര്യനും അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്തത്. ഇതിന് ജിസേൽ പറഞ്ഞ ഒരു കാരണം, ഗസ്റ്റായിട്ട് ശോഭ വന്ന ദിവസം ജിസേലിന് ഒരു ടാസ്ക് കൊടുത്തിരുന്നു ശോഭ. അനുമോളെയും അനീഷിനെയും മേക്കപ്പ് ചെയ്യണം എന്നതായിരുന്നു ആ ടാസ്ക്. അത് അനുമോളെ യക്ഷിയുടെ രൂപത്തിലും അനീഷിനെ നോർമലായിട്ടുള്ള രീതിയിലും മേക്കപ്പ് ചെയ്യാനാണ് കൊടുത്തിരുന്നത്. മേക്കപ്പിൻ്റെ ടൈമിലൊക്കെ അനീഷ് നിന്നെല്ലാം സഹകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മേക്കപ്പിന് ശേഷം അനീഷ് ഭയങ്കരമായിട്ട് ജിസേലിൻ്റെ അടുക്ക പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് പല പ്രാവശ്യവും. നീ എന്തിനെന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് മേക്കപ്പ് ചെയ്തതിൻ്റെ കാരണം എന്തുവാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് പല പ്രാവശ്യവും സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അനുമോളാണെങ്കിൽ അതെല്ലാം ടാസ്ക്കായിട്ട് തന്നെ എടുക്കുകയും ചെയ്തു. ഇതാണ് ജിസേൽ പറഞ്ഞ കാരണം. എന്നെ എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അനീഷാണ്. പക്ഷേ അനുമോൾ അതിനെ ടാസ്ക്കായിട്ട് തന്നെ എടുത്തു. ഞാൻ എന്നാൽ യക്ഷിയുടെ ഒരു കാര്യമാണ് അനുമോൾക്ക് ചെയ്തു കൊടുത്തത്. എന്നിട്ടും അനുമോൾ അത് ടാസ്ക്കായിട്ട് തന്നെ എടുത്ത് അനുസരണയോട് കൂടി നിന്ന് തരികയും ചെയ്തു. അതിന് ശേഷമാണെങ്കിലും അനുമോൾ അതിനെ പറ്റിയിട്ട് യാതൊരു കാര്യങ്ങളും എതിർത്ത് പറഞ്ഞിട്ടുമില്ല. പക്ഷേ അനീഷ് അങ്ങനെയല്ല ചെയ്തത്. പല പ്രാവശ്യം എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് അനീഷിനെയാണ് ജിസേൽ നോമിനേറ്റ് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ഈ ജയിൽ നോമിനേഷനിലേക്ക് നോമിനേറ്റ് ആയിരിക്കുന്നത് റെന ഫാത്തിമയും ഷാനവാസുമാണ്.